ഓക്കെ, ഇപ്പോൾ തൃശൂർ അതിരൂപത ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അനാഥാലയങ്ങളും പള്ളികളും സ്കൂളുകളും ആതുര സേവന സ്ഥാനം ആശുപത്രികളും ഒക്കെ പണിതിട്ടുള്ളത്. അതിന് കുറച്ച് പൈസ പുറത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ FCRA ഒരുപാട് പേരുടെ FCRA ഇപ്പോൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേരുടെ, അതിലൊരു നല്ല ശതമാനം ക്രൈസ്തവരുടെയാണ്. അപ്പോൾ പുതിയ നിയമം അനുസരിച്ച് FCRAയുടെ പെർമിഷൻ അത് റിന്യൂ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഒരാളത് വേണ്ടാന്ന് വെച്ചു, അല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്തു. ക്യാൻസൽ ചെയ്യാനുള്ള മാനദണ്ഡങ്ങളൊക്കെ ആരാണ്? മിക്കവാറും അല്ല, ഒരു ഉദ്യോഗസ്ഥരാണ് തീരുമാനിക്കുന്നത്. ചിലപ്പോൾ അവരുദ്ദേശിച്ച കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ചിലപ്പോൾ ഒരു കോമ ശരി, അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിലാണ് പലപ്പോഴും FCRA ക്യാൻസൽ ചെയ്യുന്നത് അല്ലെങ്കിൽ റിന്യൂ ചെയ്യാത്തത്. അങ്ങനെയൊക്കെ ഇങ്ങനെ എന്തെങ്കിലും സാഹചര്യത്തിൽ FCRA റിന്യൂ ചെയ്യാതിരിക്കുകയോ അത് ക്യാൻസൽ ചെയ്യുകയോ അല്ലെങ്കിൽ അത് വേണ്ടെന്ന് വെക്കുകയോ എന്ത് ചെയ്താലും പുറത്തുനിന്ന് FCRA വഴി കാശ് കിട്ടിയിട്ടുള്ള സ്ഥാപനങ്ങളോ പ്രസ്ഥാനങ്ങളോ അവരുടെ സ്വത്തുകൾ കണ്ടുകെട്ടാനായിട്ടുള്ള ഒരു പുതിയ നിയമം, അത് എല്ലാവർക്കും ആശങ്കയുള്ളതാണ്. ഇതിൽ വളരെയേറെ ആശങ്കയുള്ളത് പ്രത്യേകിച്ച് ക്രൈസ്തവർക്കാണ്. കാരണം ക്രൈസ്തവ സ്ഥാപനങ്ങൾ പലതും ഇങ്ങനെ പുറത്തുനിന്ന് കിട്ടിയതുകൊണ്ട് തന്നെയാണ്. മറ്റുള്ളവർക്കുണ്ട്, മറ്റു മതത്തിലുള്ളവർക്കുണ്ട്. അതുകൊണ്ട് ഈ ആശങ്ക, ഈ പുതിയ ബിൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, വിദഗ്ധർ വക്കീൽമാർ പറഞ്ഞു, ഇത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അടക്കം എതിരാണ്, മതേതര രാഷ്ട്രത്തിനെതിരാണ്, ഇത് മറ്റേ വ്യക്തികളുടെ പൗരന്മാരുടെ അവകാശത്തിനെതിരാണ്. ഏതെങ്കിലും കാരണവശാൽ FCRA റിന്യൂ ചെയ്തില്ലെങ്കിൽ പല വിധത്തിൽ പുറത്തുനിന്ന് കാശ് കിട്ടിയും നാട്ടിൽ കിട്ടിയ സ്ഥാപനം വസ്തുവകകൾ, സ്ഥാപന ജംഗമ വസ്തുക്കൾ അത് പിടിച്ചെടുക്കാനും അത് വേറെ ഒരു പ്രത്യേകം, ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഈ പുതിയ ബില്ലനുസരിച്ച് ഒരു വേറെ ഏതെങ്കിലും ഒരു പ്രത്യേക ബോഡി, ഏതാണ് ഒരു പ്രത്യേക അതോറിറ്റിക്ക് കൊടുത്ത് അവർക്കത് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പം അങ്ങനെ വരുന്നത് ഇന്ത്യയുടെ പൗരത്വത്തിന് അല്ലെങ്കിൽ മതേതരത്തിന് അല്ലെങ്കിൽ മാനുഷികമായ രീതിയിൽ, മതേതരമായ രീതിയിൽ, ഭരണഘടനപരമായ രീതിയിൽ ഒത്തിരി ആശങ്ക ഉണ്ടാക്കുന്നതാണ്. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് പറയാൻ ആഗ്രഹിച്ചത്. ഈ 3 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ നമ്മൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയകാരികളായിട്ട് ഞാൻ ഒന്നിലും ഇടപെടുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ ദിവസം നിശ്ചയിക്കുമ്പോഴേ സഭകളുമായിട്ട് ആലോചിച്ചിരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ തീയതി ഇലക്ഷൻ കമ്മീഷൻ നിങ്ങൾ അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളതും സഭാ നേതൃത്വം അറിഞ്ഞിട്ടുള്ളൂ. എന്ന് വെച്ചാൽ അങ്ങനെ പതിവില്ല, ആവശ്യമില്ല, ചെയ്യേണ്ടതല്ല, ഒരാളായിട്ടും ചർച്ച നടത്തിയിട്ടില്ല. നിങ്ങൾ അറിഞ്ഞതിന് ശേഷം നിങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ അറിഞ്ഞു, മാധ്യമപ്രവർത്തകർ അറിഞ്ഞു. വിശുദ്ധ വാരാചരണം എന്ന് പറയുന്നത് ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെടുന്ന ദിവസങ്ങളാണല്ലോ. സ്വാഭാവികമായിട്ടും ഇലക്ഷൻ കമ്മീഷനും അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. തൃശ്ശൂരത്തെ അതിരൂപതയുടെ FCRA കൃത്യമായിട്ട് തന്നെ അപ്ഡേറ്റഡ് ആണ്, റിന്യൂഡ് ആണ്. എന്നാൽ ചില സ്ഥാപനങ്ങളുടെ ഇപ്പോഴും ഉണ്ട്. അച്ഛനാണ് അതിന്റെ ചാർജ്. അതായത് FCRA ക്യാൻസൽ ചെയ്യുന്നത്, എല്ലാ റിന്യൂവലിന് അപേക്ഷിക്കുമ്പോൾ റിന്യൂവൽ തരാതിരിക്കുന്നത് എന്തെങ്കിലും വയലേഷൻ കാരണം കൊണ്ട് മാത്രമല്ല. കഴിഞ്ഞ 3 വർഷമായിട്ട് നിങ്ങൾക്ക് വിദേശത്തു നിന്ന് ഫണ്ടൊന്നും കിട്ടിയിട്ടില്ല. വിദേശത്ത് നിന്ന് ആരെങ്കിലും നമ്മളെ സഹായിക്കാനായിട്ട് ഫണ്ട് തന്നാലേ നമുക്ക് കിട്ടുള്ളൂ. നമുക്കൊരു രജിസ്ട്രേഷൻ ഉണ്ട്. ആ രജിസ്ട്രേഷൻ ആരുടെയും കയ്യിൽ നിന്ന് ഫണ്ട് കിട്ടിയാൽ നമുക്ക് ഉപയോഗിക്കാമെന്നേ ഉള്ളൂ. അത് ക്യാൻസൽ ചെയ്യപ്പെട്ടു. അപ്പോൾ റിന്യൂ ചെയ്യാത്തതിന് അങ്ങനെയുള്ള കാരണങ്ങളുണ്ട്. അല്ലാതെ നിങ്ങളുടെ അക്കൗണ്ട് ശരിയല്ലാത്തത് കൊണ്ടോ അതിൽ എന്തെങ്കിലും വയലേഷൻ ഉള്ളതുകൊണ്ട് മാത്രമല്ല ചെയ്യാറ്. ഇനി ഒരു സ്ഥാപനം നടന്നു വരുന്നു, ഇനി അതിന് വിദേശത്ത് ഫണ്ടൊന്നും കിട്ടാൻ സാധ്യത, നമ്മൾ വോളണ്ടറിലി അത് വേണ്ട എന്ന് വെച്ചു. ഈ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന റൂളിൽ അതും ഒരു ഒഫൻസ് ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ ചെയ്താലും പ്രീവിയസ് ആയിട്ട് കിട്ടിയിട്ടുള്ള FCRA സംഭാവനകൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ആസ്തികൾ പിടിച്ചെടുക്കുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ പൈസ അയക്കുന്നത് ഫോറിനേഴ്സ് മാത്രമല്ല, ഇവിടെ നിന്ന് നമ്മുടെ ആളുകൾ പുറത്തു പോയിട്ടുള്ളവർ, അവർ അവിടുത്തെ സിറ്റിസൺ അല്ലെങ്കിൽ റെസിഡൻറ്റോ PR അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരും സഭയോടുള്ള സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ സ്ഥാപനങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയുക, ഇന്ത്യൻസ് അവിടെ പോയി അവിടെ നിന്ന് അയക്കുമ്പോൾ അതും ഫോറിൻ മണി ആയിട്ട് തന്നെ ചിലത് വരും, ചിലത് NRI ആയിട്ട് വരുന്നു, ചിലത് ഫോറിൻ മണി ആയിട്ട് വരുന്നു. ഫോറിൻ മണി ആയിട്ട് അവർ അയച്ചാൽ പിന്നെ ഈ നിയമത്തിൽ പുതിയ അതോറിറ്റിക്ക് അത് പിടിച്ചെടുക്കാനുള്ള അവകാശം കൊടുക്കുന്ന ബില്ലാണെന്നിട്ടാണ് മനസ്സിലാക്കുന്നത്.
FCRAക്ക് കൃത്യമായിട്ടുള്ള റൂൾസ് ഉണ്ട്, ഗൈഡ് ലൈൻസ് ഉണ്ട്. ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ട് പാലിക്കപ്പെടുന്ന ഒരു സാധനമാണത്. കാരണം എല്ലാ മാസവും അതിൽ വരുന്ന ഇതിൻ്റെയും റിട്ടേൺസ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഇൻകം ടാക്സ് റിട്ടേൺസിന് പുറമെ ആഭ്യന്തര മന്ത്രാലയത്തിന് എല്ലാ വർഷവും സെപ്പറേറ്റ് റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ടതുണ്ട്. അവരുടെ IBയുടെ എൻക്വയറികൾ റൊട്ടീനായിട്ട് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സാധനം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പോകുന്നതാണ്. പക്ഷെ അതിൽ ഇപ്പോൾ ഈ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പുതിയ റെഗുലേഷൻ ശരിക്കും വയലേഷൻസ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതിനേക്കാളും ഉപരിയായിട്ട് ഒരു റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റോടുകൂടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു റൂള് പണ്ടുണ്ടായിരുന്ന പലതും പിടിച്ചടക്കുക എന്നുള്ള ഒരു ദുരുദ്ദേശം അതിലുണ്ടെന്നുള്ള രീതിയിലാണ്. അത് കുറച്ചും കൂടിയും ഒരു ക്രൈസ്തവ സമൂഹത്തെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്ന് സംശയിക്കപ്പെടാൻ കാരണം പാർലമെന്റിൽ ഇത് അവതരിപ്പിച്ചപ്പോൾ തന്നെ ഈ വിഷയം മതപരിവർത്തനമായിട്ട് കൂട്ടിക്കുഴയ്ക്കാനായിട്ട് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ശ്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഞങ്ങൾക്കറിയാം, ഈ ഇന്ത്യയുടെ ഭരണഘടന വളരെ മനോഹരമാണ്. ഏതൊരു വ്യക്തിക്കും ഏതൊരു മതത്തിലും വിശ്വസിക്കാനും ജീവിക്കാനും പ്രചരിപ്പിക്കാനും അതിയാളും മനോഹരമായ ഭരണഘടനയുണ്ട്. എന്നാൽ മതപരിവർത്തന നിരോധന നിയമം എന്ന പേരിൽ ഇപ്പോൾ പല സ്ഥലങ്ങളിലും ആ പുതിയ നിയമം ദുരുപയോഗിക്കപ്പെടുന്നുണ്ട്. നിർബന്ധിത മതപരിവർത്തനത്തിന് ഏറ്റവും എതിരുള്ളവർ ക്രൈസ്തവർ തന്നെയാണ്. നിർബന്ധിത മതപരിവർത്തനം പാടില്ല. നിങ്ങൾക്കറിയാം, നേരത്തെ ഇന്ത്യയിൽ 2.7% ക്രൈസ്തവരുണ്ടായിരുന്നു. ഇപ്പോൾ അത് പറഞ്ഞു കേൾക്കുന്ന അനുസരിച്ച് 2.3%. എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായതിനേക്കാൾ ക്രൈസ്തവർ വളരെയേറെ കുറഞ്ഞു. അപ്പോൾ നിർബന്ധിത മതപരിവർത്തനമാണെങ്കിൽ, അല്ലെങ്കിൽ മതപരിവർത്തന നിരോധനത്തിൻ്റെ പേരിലാണെങ്കിൽ വളരെ പെട്ടെന്ന് വളരെ കൂടേണ്ടതല്ലേ, കുറയുകയാണ്. അപ്പോൾ ഈ മതപരിവർത്തന നിരോധന നിയമം എന്തിൻ്റെ പേരിലാണെന്ന് മനസ്സിലാകുന്നില്ല. നിർബന്ധിത മതപരിവർത്തനത്തിന് എതിരാണ്. പക്ഷെ അതേ സമയത്ത് ആരെങ്കിലും ബോധ്യപ്പെട്ട് മതത്തിൽ ചേരുകയാണെങ്കിൽ അതിപ്പോൾ എല്ലാ മതങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയിലെ എല്ലാവർക്കും തുല്യ അവകാശമാണ്. ഇപ്പോൾ കോടതി വിധി വന്നു, കാരണം ക്രൈസ്തവർക്ക് ദളിതാകാൻ പാടില്ല. അങ്ങനെ ഒരു കോടതി വിധി വന്നു. അതൊരു ഈക്വൽ റൈറ്റ്സിനെതിരല്ലേ? ക്രൈസ്തവരും ദളിതരും ഉണ്ടായിക്കൂടെ? അല്ലെങ്കിൽ പണ്ട് മുതലേ തന്നെ ദളിതരായിട്ടുള്ളവരില്ലേ? പക്ഷെ ഇത് ക്രിസ്ത്യാനിയാണെങ്കിൽ ദളിതൻ്റെ അവകാശമില്ല എന്ന് പറയുന്ന കോടതി വിധി അടക്കം കേൾക്കുമ്പോൾ ഒരു സുഖമില്ല. FCRA ബിൽ ഭരണഘടനയ്ക്കെതിരെന്നും അതുപോലെ ക്രൈസ്തവർക്ക് ആശങ്കയുണ്ടെന്നും പറയുകയായിരുന്നു തൃശൂർ അതിരൂപത ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.